لا تجعله ألا إن ألا إن لا ألا إن. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ألا إن لله ما في السماوات والأرض قد يعلم ما أنتم عليه ويوم يرجعون إليه فينبئهم بما عملوا والله بكل شيء عليم. ശ്രദ്ധിക്കാനുള്ളത് ആദ്യത്തെ അക്ഷരം എന്താണ്? അല. പറഞ്ഞോളി. ഖത്ഇന്റെ അർത്ഥം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. പിന്നെ ലാ എത്ര നീട്ടണം? അല നീട്ടണം. 4 to 6 നീട്ടണം. പേര് മദ് മുൻഫസിൽ ജായിദ്. ഹുക്ം എന്താന്ന് ചോദിച്ചാൽ ജവാത്ത് നീട്ടണം. എത്ര? 4. പിന്നെ ഇന്ന ഈ നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. കത്തിൻ്റെ അംസ നൂനിന് എന്ത് എഴുതണം? ഉന്നത്തോടു കൂടി ഉച്ചരിക്കണം. ലില്ലാഹി അവിടേക്ക് 2, മാ 2, ഫിസ്സമാവാത്തി അവിടെ അലിഫ് യാഇനും അലിഫിനും ലാമിനും ഉച്ചാരണമില്ല. 3 അക്ഷരം. എന്തുകൊണ്ട്? എന്താ കാരണം? ഇൽത്തിഖാ ഉസ്സാക്കിനീൻ. ഓക്കെ. പിന്നെ വൽ അറു അവിടെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അതിൻ്റെ മുകളിൽ എന്താ ഉള്ളത്? വലാന്നല്ലേ അല്ലേ? വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, പക്ഷെ കൂട്ടി ഓതലാണ് ഉത്തമം. അതുകൊണ്ടാണ് ആ സ്വലട്ട് അൽ ബസ്ലു ഔല. അപ്പം എങ്ങനെ ഓതണം? പിന്നെ ഗണ്ണിക അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർള്. പിന്നെ ഖദ് അവിടെ ദാലിന് എന്ത് ചെയ്യണം? വ്യക്തമാക്കി ഉച്ചരിക്കണം. പിന്നെ യഅലമു മാ അൻതും നേരത്തെ പറഞ്ഞ തന്നെ എന്ത് ചെയ്യണം? 4 മുതൽ 6 കതിർ വരെ നീട്ടണം. പേര് മദ് മുൻഫസിൽ. നിർബന്ധമായിട്ട് ഉച്ചരിക്കണം. നൂന് യഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? മാ അൻതും. പിന്നെ അലൈഹി അൻതും അലൈഹി. പിന്നെ വയൗമ യുർജഊന ഇലൈഹി അവിടെ ഒക്കെ ഈ നിർബന്ധമായിട്ടും ഉച്ചരിക്കണം. കത്തിൻ്റെ അബ്ജയാണ്. ഫയുനബ്ബിഉഹും എന്താ ചെയ്യുന്നത്? ഫയുനബ്ബിഉഹും എന്ന് കഴിഞ്ഞിട്ട് മീമില്ലേ? ആ മീമിനെ അതിൻ്റെ ശേഷം വരുന്ന എന്താ വരുന്നത്? ബാഗാണ്. അപ്പം എന്താ ചെയ്യേണ്ടത്? സാക്കിനായ മീമിൻ്റെ ശേഷം ബാഗ് വന്നാൽ എന്താ ചെയ്യേണ്ടത്? അല്ല, അത് നൂനിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? നൂനിൻ്റെ ശേഷം ബാഗ് വന്നാൽ ഇഖ്ലാബ് ചെയ്യണം. സാക്കിനായ മീമിൻ്റെ ശേഷം ബാഗ് വന്നാൽ യഖ്ഫാ ചെയ്യണം. അപ്പം എങ്ങനെ ഓതണം? ഫയുനബ്ബിഉഹും ബിമാ അമിലു. പിന്നെ വല്ലാഹു അവിടെ അലിഫിന് ഉച്ചാരണം ഉണ്ടാവില്ല, കാരണം വസ്ലിൻ്റെ അംസയാണ്. ബികുല്ലി ഷൈഇൻ ആ കസ്ർ തൻവീൻ എന്ത് ചെയ്യണം? ഇൽഹാർ ചെയ്യണം. എങ്ങനെ നിർത്തണം? 4 to 6 നിർത്തണം. ആയത്ത് ഒന്നിച്ചൊന്ന് ഓതി വെക്കാന്. അലാ എന്തെങ്കിലും തജ്വീദിലായിട്ട് ഉണ്ടോ? ഉണ്ടെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പോവാം. അല്ലെങ്കിൽ അർത്ഥം പറഞ്ഞോളി. അല. ഞാൻ അർത്ഥമൊക്കെ നിങ്ങൾ പറയണം. അല നിങ്ങൾ അറിയണം. തീർച്ചയായും അള്ളാഹു. ഇന്നല്ലാഹാന്നോ ഇന്നലില്ലാഹി?
ഇന്നലില്ലാഹി തീർച്ചയായും അള്ളാഹുവിനുള്ളത് സമാവാതി വൽ അർദ് ആകാശങ്ങളിലും ഭൂമിയിലുള്ളതെല്ലാം അള്ളാഹുവിനുള്ളതാണ്. ഖദ് യഅലമു ഉറപ്പായിട്ടും അവൻ അറിയുന്നു. മാ അൻതും അലൈഹി മാ എന്ന് പറഞ്ഞാൽ എന്താ? അൻതും അലൈഹി നിങ്ങൾ ആ ഒന്നിന്മേലാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ അത് അള്ളാഹു അറിയുന്നു. നിങ്ങൾ ഏതൊരവസ്ഥയിലാണോ ഉള്ളത് അത് അള്ളാഹു അറിയുന്നു. വയൗമ ഒരു ദിവസത്തെയും യുർജഊന അവർ മടക്കപ്പെടുന്നു. ഇലൈഹി അവങ്കലിലേക്ക്. ആര്? മനുഷ്യർ അള്ളാഹുവിങ്കലേക്ക് മടക്കപ്പെടുന്ന ദിവസവും തീർച്ചയായും അള്ളാഹു അറിയുന്നു. ഫ എന്നിട്ട് യുനബ്ബിഉഹും അവൻ അവർക്ക് വിവരം കൊടുക്കുന്നു. ബിമാ അമിലു അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച്. വല്ലാഹു അള്ളാഹു അത്രേ ബികുല്ലി ഷൈഇൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അലീം നന്നായി അറിയുന്നവനാണ്. റിവേഴ്സ് ചെയ്യാം. ആദ്യത്തെ അക്ഷരം ഇത്തിരി ഭാഷ എന്താ അവിടെ പഠിക്കാനുണ്ടെങ്കിൽ ഇന്നും ബോർഡ് എന്താണ് ഈ അല പറഞ്ഞാണ്? അല അത് ഒരു പദാണോ രണ്ട് പദാണോ? ഒരു പദാണോ രണ്ട് പദാണോ? രണ്ട് പദാണ്. ആരാ പറഞ്ഞത്? രണ്ട് പദം. അക്ഷരം എന്നല്ല, രണ്ട് അനയുള്ള രണ്ട് എന്താണ്? ചോദ്യമല്ല. അതുകൊണ്ടാണ് എഴുതിയത്. ചോദ്യമല്ല, സാധാരണ നമ്മൾ പഠിച്ച ചോദ്യമാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ തെമ്പുള്ള അല്ല എന്ന് പറയും. എന്താണ് എന്നത്? എന്തിനു ഉദ്ദേശിക്കണാണ്? തമ്പി. പേനും ബോർഡും ഒരേപോലെയാണ്. തമ്പി അല്ലേ? ഇനി നിങ്ങൾ കൊണ്ടുപോയിട്ട് ബോർഡ് പ്രശ്നമല്ല. തമ്പി. എന്താ ഈ തമ്പി അറിയണേ? തമ്പി എപ്പോഴാണ് നമ്മൾ തമ്പീഹ് പറയാ? എന്താ ഈ തമ്പീഹ് പറഞ്ഞത്? പഠിച്ചിട്ടുണ്ടല്ലോ ഇവിടെ. എന്താണ് നബ്ബഹ എന്ന് ശരിക്കും ഭാഷയിൽ എന്താ പറയാ? ഉറങ്ങിക്കിടക്കണവനെ ഉണർത്തുകയാണ്. ഉറങ്ങിക്കിടക്കുന്നവനെ ഉണർത്തുന്നതിനാണ് എന്ത് പറയുക? തമ്പി. അപ്പൊ എന്ന് പറഞ്ഞ പദത്തിന്റെ അർത്ഥം ആണോന്ന് ചോദ്യമല്ല, തമ്പീഹിനെ സൂചിപ്പിക്കാനാണ്. പിന്നെ ലായോ ലാ എന്തിനാ? പഠിച്ചവരുണ്ട് ഇവിടെ. ലാ അല്ലെങ്കിൽ ഉറക്കം വരും. ലാ തക്വിയത്തിനാണ്. ലാ ഈ ലാ അല്ലേ? ലാ തക്വിയത്ത് എന്നറിയും. എന്തിനെ തക്വിയത്ത് ചെയ്യാനാണ്? നമ്മൾ തൂണൊടുക്കില്ലേ? വായ ഇങ്ങനെ കൊല ചെരിയുമ്പോൾ നമ്മൾ എന്താ ചെയ്യാ? ഇവിടെ കൃഷിക്കാർ കുത്തു കൊടുക്കുന്ന രൂപത്തിൽ ചെമ്പത്തിന് കുത്തു കൊടുക്കാനാണ് ഇത് ലാ. നിങ്ങൾക്ക് അതിൻ്റെ ഉള്ളിലെ സൂത്രം മനസ്സിലായോ? ഒരു വാക്കല്ല, രണ്ട് വാക്ക് കൂടിയതാണ് അല. ഇനി അറബിയിൽ അത് മറ്റൊരു ഭാഷയിൽ എങ്ങനെ പറയും? യഅലമു ജയ്യിദൻ. മുഫസ്സിറുകൾ അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാ പോലുള്ള പണ്ഡിതന്മാർ, തൊബ്രി പോലുള്ള പണ്ഡിതന്മാർ പറയുന്നത് യഅലമു ജയ്യിദൻ, നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. അതാണ് അല. നന്നായി നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഭാഷയിൽ എപ്പോഴാണ് നമ്മുടെ ഭാഷയിൽ ആ പദപ്രയോഗം ഉപയോഗിക്കാറുള്ളത്? എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? മലയാളത്തിലേക്ക് ഉപയോഗിക്കാം. ഒരാളവിടെ ഇങ്ങനെ തീ പിടിച്ച് കടന്നുറങ്ങുന്നുണ്ട്. അങ്ങേപ്പുറത്ത് തീ പിടിച്ചു. നിങ്ങൾ എന്താ ശബ്ദം ഉണ്ടാക്കുക മലയാളത്തിൽ? മലപ്പുറക്കാരെന്താ ഉണ്ടാക്കുക? അല്ലേ? ഇംഗ്ലീഷുകാരോ? മറ്റോരോ? ഓരോ ഭാഷ പറഞ്ഞോളി. ഇനി എറണാകുളം, തൃശ്ശൂർ, മലപ്പുറം, കോഴിക്കോടൊക്കെ ഇല്ലേ? ഓരോ നാട്ടിലും പ്രത്യേക വ്യത്യാസം ഉണ്ടാവും.
അജോ കൊജോ എന്നൊക്കെ പറയില്ലേ ഇല്ലേ? ഉണ്ട്. നൂറിനറിയാക്ക ഒന്ന് പറഞ്ഞാ നൂറോ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണ് ഒരു പുതിയ വാക്ക്. ആ ഷർഫ് എന്താ പറയല്? അല്ലോന്നോ? ആ ആ എന്താ ഓ ഉണ്ടല്ലോ, അല്ലല്ല ഓ ഉണ്ടല്ലോ അല്ലേ? മനസ്സിലായോ? ഇവിടെ ഉറങ്ങിക്കിടക്കുന്ന ഒരാളുണ്ട്, അയാൾ തീ പിടിക്കും കേട്ടോ, മെല്ലെ നിങ്ങൾ പറയാ ല ഷർമിക്ക്. അതിനാണ് ഭയങ്കര ഒച്ചത്തിൽ ഒച്ചുണ്ടാക്കി പറയും. ഓ എന്നൊക്കെ ഒച്ചത്തിൽ പറയും. ആ പദപ്രയോഗമാണ് ഇത്. അ അ മനസ്സിലായോ? നിങ്ങൾ നോക്കി, അറബിന്റെ അസിലും അത് തന്നെയാണ്. ആ ആ നമ്മൾ മലയാളത്തിൽ പറയുന്നത് തന്നെയല്ലേ? ഇനി മറ്റേ ഇംഗ്ലീഷുകാരൻ പറയുന്നത് ആ ഓ എന്നാവുന്നുള്ളൂ അല്ലേ? മറ്റു വേറെ എന്തെങ്കിലും ലാംഗ്വേജ് ആവുന്നുള്ളൂ. അതാണ് തംബീഹ് എന്ന് പറയുന്നത്. ഇനി ലാ എന്ന് പറഞ്ഞാലോ? ലാ എന്ന് പറഞ്ഞാൽ അതിനൊന്നുകൂടി ശക്തി നൽകാനാണ്. ആ എന്ന് പറയുമ്പോൾ എന്തുണ്ടാവില്ല, എന്തോ ഒരു ശബ്ദം പോലെ തോന്നും. പക്ഷെ അതിനൊന്നുകൂടി ശക്തി കൊടുക്കുകയാണ് ഇത് ലാ. അപ്പൊ എന്തായി? അലാ എന്ന് പറയുമ്പോൾ യഅലമു ജയ്യിദൻ. നിങ്ങൾ മനസ്സിലാക്കണം കേട്ടോ. ഇനി പറയാ, പിന്നെ പറയണ എന്താ? ഇന്ന. എന്താ ഇന്ന? ഇന്ന തീർച്ച. ആ അവിടെ ഉണ്ട് കേട്ടോ സൂത്രം. എന്താ സൂത്രം? നമ്മൾ കുറെ വട്ടം പഠിച്ചതാ, ഞാൻ മനക്കണ്ട. എന്തിൽ കാര്യമാണ്? ഉറപ്പിക്കാൻ തൗക്കീദ്. അപ്പൊ അല എന്ന് പറയുന്നതും ഇന്ന എന്ന് പറയുന്നതും ഒരു തെളിവുമായി, ഒരു തൗക്കീദ്, ഒരു ഉറപ്പിക്കലുമായി. അങ്ങനെയുള്ള പദപ്രയോഗം അറബി ഭാഷയിൽ എവിടെയാണ് ഉപയോഗിക്കുക? അല ഇന്ന എന്ന് പറഞ്ഞുകൊണ്ട് അറബി ഭാഷയിൽ എവിടെയാണ് അത് ഉപയോഗിക്കാറുള്ളത്? യുദ്ധരംഗത്തൊക്കെ സൈന്യാധിപൻ ഒരു മോള് കൂടെ വരുന്ന സാധനം ഉണ്ടല്ലോ, പേര് ഞാൻ പറയില്ല അല്ലേ? ആ വരുന്നുണ്ട് എന്ന് അറിയിക്കാൻ ആ ഒരു കാലഘട്ടത്തിൽ സൈന്യാധിപൻ ഉപയോഗിക്കണം എന്താ? അലാ ഇന്ന എന്ന് തുടങ്ങുന്ന അങ്ങനത്തെ സെന്റൻസുകളായിരിക്കും. എന്ന് പറഞ്ഞാൽ അലയും ഇന്നയും വന്നാൽ ശേഷം പറയുന്ന വർത്തമാനം വളരെ ഗൗരവമുള്ളതാണ് എന്ന് കാണിക്കാനാണ്. മനസ്സിലായോ? അപ്പൊ ഖുർആനിൽ എന്താ അല ഇന്ന അതൊന്നും വിചാരിച്ചിരിക്കരുത്. അതിന് പുറത്ത് കിടന്നുറങ്ങണ ഒളിച്ചിരിക്കുന്ന വലിയ ആശയങ്ങളുണ്ട്. ആ ആശയമാണ് നമ്മൾ സ്വായത്തമാക്കേണ്ടത്. അപ്പൊ അല ഇന്ന എന്ന് പറഞ്ഞാൽ ഒരു സൈന്യാധിപൻ തൻ്റെ സൈന്യങ്ങളോട് ഒരു പ്രത്യേക വാണിംഗ്, അപകടം വരുന്നുണ്ട്, ആ അപകട വാണിംഗ് കൊടുക്കുന്നിടത്താണ് അല ഇന്ന എന്ന പദപ്രയോഗം അറബി ഭാഷയിൽ ഉപയോഗിക്കാറുള്ളത്. പിടുത്തം കിട്ടിയോ? അത് നിങ്ങൾ അവിടെ സേവ് ചെയ്തേക്കാം. ഇനി അല ഇന്ന ലില്ലാഹി. എന്തിനാ ലില്ലാഹി? നിങ്ങളെന്താ അർത്ഥം പറഞ്ഞു ലില്ലാഹി? അള്ളാഹുവിന്, അള്ളാഹുവിൻ്റെതാകും. പിന്നെ വേറെ അള്ളാഹുവിന് ഉള്ളതാണ്. വേറെ ആ ലാമ് മിൽക്കിയത്തിന്റെ ലാമാണെന്നാ. എന്താ ഈ മിൽക്കിയത്ത്? ലാമിന്റെ അർത്ഥം അതങ്ങൾ ആ ലീ കണ്ടില്ലേ? ഈ ലീ കണ്ടില്ലേ? ലില്ലാഹിന്നിലോട്ട് ലീ ഇല്ലേ? ലീ പ്ലസ് അള്ളയാണ് ഇത് ലില്ലാഹി. അത് ആ ലീ മിൽക്കിയത്ത്. എന്താ ഈ മിൽക്കിയത്ത് അറിയണത്? മിൽക്കിയത്ത് അറിയണ എന്താ? ആ ഉടമസ്ഥാവകാശം. എപ്പോഴാണ് നമ്മൾ ഉടമസ്ഥാവകാശം? ഈ വീട് എൻ്റേതാണ്, ആ കാറ് എൻ്റേതാണ് അല്ലേ? അവിടെയാണ് ഉടമസ്ഥാവകാശം. ആ കച്ചവടം എൻ്റേതാ അല്ലേ? ആ കാണുന്ന ആകാശം മുട്ടിക്കുന്ന ബിൽഡിങ് എൻ്റേതാണ്, ഉടമസ്ഥാവകാശം. അവിടെയാണ് ലാമ് ഉപയോഗിക്കുന്നത്. മനസ്സിലായോ? അപ്പം യഥാർത്ഥ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ് എന്ന് കാണിക്കാനാണ് എന്ത് പറയുന്നത്? ലാമ് പറയുന്നത്. പിടുത്തം കിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്തിലാണ് എന്ത്? മാ ഫിസ്സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെ ഉണ്ടോ അതൊക്കെ. നോക്കി നിങ്ങൾ ആ മാ എന്തിനുണ്ടോന്നാ? മാ എന്തിനാ കൊണ്ടുവന്നത്? ലോകത്തൊരു ഭാഷയിലും
ഇത്ര ആശയം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ പദം ലോകത്ത് എവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്? മാ എന്താ? ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെയുണ്ടോ അതൊക്കെ, അതാണ് മാ. ഒന്നുകൂടി പറഞ്ഞു നോക്കി. ആകാശങ്ങളിലും ഭൂമിയിലും എന്തെല്ലാം ഉണ്ടോ, അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, ചേതനമുള്ളതാവട്ടെ അചേതനമാവട്ടെ, അല്ലേ, എന്തൊക്കെയാണോ പ്രപഞ്ചത്തിലുള്ളത്. എന്തിനാ ഈ സമാവാത്തുകളെന്ന് ഖുർആൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? എന്തിനാ? പ്രപഞ്ചം എന്നില്ലേനാ. പ്രപഞ്ചം എന്നില്ലേൻ്റെ മറ്റൊരു സെൻറ്റൻസാണ് ഏത്? ആകാശഭൂമി എന്ന്. ഖുർആൻ പ്രപഞ്ചം എന്ന് പറയാൻ ഉപയോഗിക്കുന്നതിന് പകരം, കൗനി എന്ന് പറയുന്നതിന് പകരം സമാവാത്ത് വൽ അർദ് എന്ന് പറയും, അല്ലേ? ഫിസ് സമാവാത്തി വൽ അർദ് എന്നുള്ള പദപ്രയോഗമാണ് ഉപയോഗിക്കുക. അപ്പോൾ ആകാശലോകത്തും ആകാശങ്ങളിലും ഭൂമിയിലും എന്തൊക്കെ ഉണ്ടോ, നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നതുണ്ടാവും, കാണാൻ പറ്റാത്തതുണ്ടാവും, ചെറുതുണ്ടാവും വലുതുണ്ടാവും, അത്ഭുതങ്ങളുണ്ടാവും അത്ഭുതമില്ലാത്തതുണ്ടാവും, അല്ലേ? നമുക്ക് എന്നാൽ അപ്പം ഏറ്റവും വലിയ കണിക ആറ്റം പോലും ആ മാ എന്ന അർത്ഥത്തിൽ പെട്ടു. ഇവിടുത്തെ വലിയ വലിയ ഗാലക്സികൾ ആ മായിൽ പെട്ടു, അല്ലേ? ഈ ഭൂമി മായിൽ പെട്ടു, ആകാശം മായിൽ പെട്ടു, അല്ലേ? ഇവിടുത്തെ നദികൾ, ആറുകൾ, പുഴകൾ മായിൽ പെട്ടു, പർവ്വതങ്ങൾ, മരങ്ങൾ, ജന്തുജാലങ്ങൾ, പറവകൾ, ഇതൊക്കെ ഏതിൽ പെട്ടു? മാ. നോക്കിങ്ങള്, ഇത്ര ചുരുക്കി എഴുതാൻ പറ്റിയൊരു ഭാഷ ലോകത്ത് പറഞ്ഞു ഇല്ല എന്നാ പറയാ. നിങ്ങൾ കണ്ടണോ? ഞാൻ കണ്ടില്ല. നോക്കിങ്ങള്, അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. ആകാശങ്ങളിലും ഭൂമിയിലുള്ളതൊക്കെ അള്ളാഹുവിന് മാത്രമാണ്, അള്ളാഹുവിൻ്റെ മുൽക്കിയത്തിലാണ്, അള്ളാഹുവിൻ്റെ യഥാർത്ഥത്തിൽ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ് ഉള്ളത് എന്ന് മനുഷ്യരെ നിങ്ങൾ അറിയണം. ഇനി നിങ്ങൾ ഒന്നുകൂടി റിവ്യൂസിട്ട് വരാം. അതിൻ്റെ അർത്ഥം പദ്യമേ പറഞ്ഞ് അലാ ഇന്ന ലില്ലാഹി മാഫി സമാവാത്തി വ മാഫില്ല അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ അർത്ഥം ആകാശങ്ങളിലും പറഞ്ഞൂടെ? നിശ്ചയമായും ആകാശഭൂമികളിലുള്ളതൊക്കെ അള്ളാഹുവിൻ്റെ ഉടമസ്ഥതയിലാണ്, അള്ളാഹുവിൻ്റെ അധീനത്തിലുള്ളത് മാത്രമാണ് എന്ന് നിങ്ങൾ അറിയണം. എന്തിനാപ്പ സെൻറ്റൻസ് അള്ളാഹു തആല അവിടെ പിടിച്ച് കയറ്റിയ അവസാനം, ഈ സൂറത്തിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു യുക്തി അതിലുണ്ടാവുമല്ലോ. എന്തുകൊണ്ടാ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒരു സെക്കൻഡ് ഒന്ന് ആലോചിച്ച്. എന്ന് ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അള്ളാഹു തആല ഫിറ്റ് ചെയ്യാൻ എന്തോ ഒരു പ്രധാന കാരണമുണ്ട്. ആ കാരണം എന്താ കാരണം? ആർക്കും അറിയില്ല. ഈ സൂറത്തിൻ്റെ സമാപനമാണല്ലോ ഈ ആയത്ത്, അല്ലേ? എന്തൊക്കെയാണ് ഈ സൂറത്തിൽ പറഞ്ഞ പ്രതിപാദ്യ വിഷയങ്ങൾ? ഏതൊക്കെയാണ്? ഒരു സമൂഹത്തെ സൃഷ്ടിക്കുകയാണ്. ശുദ്ധിയുള്ള സമൂഹം, അല്ലേ? വിശുദ്ധിയുള്ള സമൂഹം, വിനയമുള്ള സമൂഹം, കണ്ണ് താഴ്ത്തേണ്ട അടുത്ത് കണ്ണിനെ സൂക്ഷിക്കുന്ന സമൂഹം, ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കേണ്ട അടുത്ത് ഗുഹ്യസ്ഥാനത്ത് സൂക്ഷിക്കുന്ന സമൂഹം, സമ്മതം ചോദിക്കേണ്ട അടുത്ത് സമ്മതം ചോദിക്കുന്ന ഒരു സമൂഹം. അങ്ങനെ ഒരു സമൂഹത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്തൊക്കെ ആദാബുകളും മര്യാദകളും വേണോ ആ മര്യാദകൾ കൂട്ടി ഇങ്ങനെ കൊണ്ടുവന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് എന്ത്? അലാ ഇന്ന ലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ്. അവിടെ ഒരു യുക്തിയുണ്ട്. എന്താ യുക്തി? ഇത് നിയമങ്ങളല്ല, മനുഷ്യൻ നിർമ്മിച്ചതുപോലുള്ള നിയമങ്ങളല്ല. ഇത് നിങ്ങളുടെ സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ കൽപ്പനകളാണ്. ആ കൽപ്പന നിങ്ങൾ എന്ത് ചെയ്യണം? അംഗീകരിക്കണം. അതിനാണ് അലാമില്ല. കേവലം ഒരു കാണുന്ന പോലെ ഉണ്ടാക്കി വെക്കുന്ന സിഗരറ്റ് അതൊന്നും നല്ലത്, അല്ലേ? അല്ലെങ്കിൽ മനുഷ്യനിർമ്മിതമായ നിയമങ്ങളെ പോലുള്ള നിയമങ്ങളല്ല. മനുഷ്യർ ഈ നിയമങ്ങൾ പാലിക്കണം. അത് അള്ളാഹുവിൻ്റെ ഓർഡറാണ്, അവാമിറാണ് എന്ന് കാണിക്കാനാണ് അലാ ഇന്ന ലില്ലാഹ്. അപ്പം ഈ പ്രപഞ്ചത്തെയൊക്കെ ആകാശഭൂമികളിലുള്ളതൊക്കെ അറിയുന്ന ആ സൃഷ്ടാവായ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള ഉടമസ്ഥാവകാശമുള്ള ആ അള്ളാഹുവാണ് ഈ നിയമങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്ത് അവസാനിപ്പിക്കാൻ പോവാണ്. നോക്കി നിങ്ങൾ അതിൻ്റെ ഒരു മധുരം, അതിൻ്റെ ഒരു രുചി, അല്ലേ? അല്ല എങ്ങനെയാണ് ആയത്ത് അവിടെ ഫിറ്റ് ചെയ്യണത്? ദഹിക്കുന്നത്
ആ അതാണ് അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഹിക്മത്ത് എന്ന് പറയുന്നത്. ഇനി നോക്കിങ്ങളെ, ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ലില്ലാ, അള്ളാഹുവിൻ്റെ ഉടമസ്ഥാവകാശത്ത്. ഇവിടെ അമ്മക്ക് എന്തെയുണ്ടോ? ഉണ്ടോ? നിങ്ങളൊക്കെ പിന്നെ ഏത് റൂമിലാണ് ഫ്ലാറ്റിലാണ് താമസിക്കുന്നത്? വാടക കൊടുക്കണതാ? നിങ്ങൾ സ്വന്തം അല്ല, വാടക കൊടുത്തിട്ട. ആ, വാടക കൊടുക്കുന്ന റൂമിൽ പിന്നെ ചിലപ്പോൾ തിരിച്ചു നിങ്ങൾ അവിടെ കേടെടുത്തോ? നിങ്ങൾ ആ വാടക റൂം കേടെടുത്തോ? കാരണം നേരത്തെ പിന്നെ കരാർ എഴുതിയിട്ടുണ്ടാവുന്നത് എന്തെങ്കിലും കേടുവന്നാൽ പേ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നേരത്തെ പൈസ വാങ്ങും പല ഇതും അല്ലേ, പേ ചെയ്യേണ്ടി വരും. അപ്പം കേടെടുത്തില്ല വാടക റൂം നമ്മൾ സൂക്ഷിച്ചു. പക്ഷേ എന്നും നിങ്ങൾ അവിടെ ഉണ്ടാവുമോ? നിങ്ങൾക്ക് ഇപ്പം തന്നെ നിങ്ങളെ മനസ്സെന്താ, എന്നാൽ ഇപ്പോൾ ഫ്ലൈറ്റ് തുറക്കുക, നാളെ പോകണം, മറ്റന്നാൾ പോകണം. ഈ മനസ്സില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിക്കുന്നുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. വാടക റൂമിൽ താമസിക്കുന്നത് പോലെയാണ് ഈ ഭൂമിയിൽ നമ്മൾ താമസിക്കുന്നത്. കാരണം പക്ഷെ നമുക്ക് ആ ചിന്ത വരൂല, ഒക്കെ എൻ്റെത്, ആ വീടിൻ്റെത്. യഥാർത്ഥത്തിൽ ഞാൻ പണിതുണ്ടാക്കിയ ആ വീട്, എൻ്റെ കൈ കൊണ്ട് എൻ്റെ പണം കൊണ്ട് നിർമ്മിച്ച ആ വീട് കുറച്ച് കാലുണ്ടാവും, മുഅക്കത്താണ്, താൽക്കാലികമാണ്. അള്ള എൻ്റെ റൂഹിനാടെടുത്താൽ കഴിഞ്ഞിൻ്റേതല്ല, പഠിച്ചേണ്ടതല്ല. ഇനിയിപ്പോൾ അനന്തരാവകാശം എന്നാൽ പിന്നെ അവരുടെ മരണത്തോടുകൂടി അവസാനത്തോടെ ഇതൊക്കെ എത്തണ യഥാർത്ഥ മുൽക്കിയത്താരാ? അള്ളാഹുവാണ്. ആലോചിച്ച് നോക്കുമ്പോൾ ലില്ലാ ലില്ലാ ലേ അലാ ഇന്ന ലില്ലാ, യഥാർത്ഥ ഉടമസ്ഥാവകാശം അള്ളാഹുവിനാണ്. അപ്പം നമ്മൾ ഈ ഭൂമിയിൽ എന്ത് കൃഷിയിൽ ജീവിക്കണമെങ്കിലും, എത്ര വലിയ ആഡംബര വാഹനം ഉണ്ടെങ്കിലും, എത്ര വലിയ ആകാശം മുട്ടുന്ന കൊട്ടാരം പോലുള്ള വീടുണ്ടെങ്കിലും, എത്ര മക്കളുണ്ടെങ്കിലും, 14 ഭാര്യമാരുണ്ടെങ്കിലും, 14 ഉണ്ടാവാൻ പറ്റില്ല അല്ലേ, 4 ഭാര്യമാരുണ്ടെങ്കിലും അല്ലേ, ഇനി ഇതൊക്കെ ദുനിയാവിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റുമോ, നേടിയെടുക്കാൻ പറ്റുമോ, അതൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ അതിൻ്റെ ഒന്നും യഥാർത്ഥ ഉടമസ്ഥത നമുക്കില്ല. അപ്പൊ യഥാർത്ഥ ഉടമസ്ഥാവകാശം ആർക്കാണ്? അള്ളാഹു സുബ്ഹാനഹു. ഇത് ശരിക്കും ഒരു മനസ്സിലാക്കണ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓൻ്റെ അടുത്തുനിന്ന് പിന്നെ തെറ്റുവരുമോ? തെറ്റുവരും. മനുഷ്യൻ്റെ ഏറ്റവും വലിയ തെറ്റേതാ? എന്താ? എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്നിൽ കാണുന്ന ഏറ്റവും വലിയ തെറ്റേതാ? ജ്ഞാനത്വം, അഹങ്കാരം അല്ലേ? അങ്ങനെയല്ലേ പറയല്? അനാനിയത്ത് എന്നറിയാം അറബിയിൽ. ഞാൻ എന്ന ആ ബോധം അല്ലേ? ഞാനാണ് മുഖ്യമന്ത്രി, മറ്റോന് പറ്റൂല, ഞാൻ എന്ന ആ അനാനിയത്തിൻ്റെ ബോധം. മനസ്സിലായോ? അപ്പം ആ ബോധം എല്ലാവർക്കും പറയണ എനിക്കുണ്ടാവും, കേൾക്കും നിങ്ങൾക്കുണ്ടാവും അല്ലേ? അപ്പം എല്ലാവർക്കും ബോധം. അതാണ് ലോകത്ത് നമ്മെ നശിപ്പിക്കണത്. ഓനെങ്ങനെ പറയാം? അല്ലെങ്കിൽ ഓൻ എന്നെ അതിന് വിളിച്ചില്ലല്ലോ അല്ലേ? ഞാൻ ഇവിടെ ഉണ്ടായിട്ട് ഒന്നോട് പറഞ്ഞില്ലല്ലോ. അത് ഓൻ്റെ പരിപാടിക്കൊന്നും ഞാൻ പോയില്ല അല്ലേ? അവിടെ കണ്ടങ്ങൾക്ക് വടന്നേന്. ഇതാണ് ലോകത്ത് നമ്മെ നശിപ്പിക്കണ ഏറ്റവും വൈറസ്, അഹങ്കാരം. ഫിർഔനെ നശിപ്പിച്ച വൈറസ്, നമ്രൂദിനത് വൈറസ് അല്ലേ? ഇങ്ങനെ പിന്നെ വിശുദ്ധ ഖുർആനിലെ ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ ഇസ്ലാമിൻ്റെ ശത്രുക്കളുടെയും അമ്പിയാക്കളുടെ വൈരികളുടെയും ഒക്കെ അവരൊക്കെ നശിപ്പിക്കാൻ കാരണമായ ഈ വൈറസ്, ഞാനെന്ന പോലെ അഹങ്കാരം. അപ്പോൾ ഇതൊക്കെ യഥാർത്ഥ ഇതിൻ്റെ ഉടമസ്ഥത അള്ളാഹുവിനാണ്, എനിക്കൊന്നുമില്ല എന്ന് ശരിക്കും മനസ്സിലാക്കണ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവനെന്തുണ്ടാവും? ഈ ഭൂമിയിൽ അടിമയായി ജീവിക്കും. ഭൂമിയിൽ ഇത് അള്ളാഹുവിൻ്റെതാണ്. ആകാശം അള്ളാഹുവിലേക്ക് കിട്ടിയ മേൽക്കുരയാണ് അല്ലേ? ഇവിടെ ശ്വസിക്കാൻ അള്ളാഹു തന്ന വായുവാണ് അല്ലേ? അവയാണ് കാറ്റ് എന്ന് നമ്മൾ ശരിക്കും അവിടെ ഉറപ്പിച്ച പിന്നെ നമ്മൾ വിനയാനിതരാവും. വിനയത്തിൽ എന്തുണ്ടാവും? ശരിയായ വിനയം ഉണ്ടായാൽ എന്തുണ്ടാവും? എന്താ ഉണ്ടാവുക? ശരിയായ വിനയം ഉണ്ടായാൽ എന്താ ഇങ്ങനെ എന്താണ്? അള്ളാഹുവിനെ ഭയപ്പെടേണ്ട വിധം ഭയപ്പെടുക പണ്ഡിതന്മാരാണ്, പഠിച്ചവരാ.
പഠിക്കുമ്പോൾ എന്തുണ്ടാവും? ഉണ്ടാവും അല്ലേ? ഏറ്റവും പഠിച്ച് മൂർധന്യതയിലെത്തുമ്പം ഏറ്റവും വലിയ വിനയാനിതനാവും. അറിവില്ലാത്ത നമ്മൾ ഈ പൊട്ടന്മാരല്ല അഹങ്കാരികളാവുന്നത്. അറിവില്ലാത്തതുകൊണ്ടാ, ജഹാലത്തുകൊണ്ടാ. നമ്മൾക്ക് ഖുർആനും അറിയില്ല. നമ്മൾ ആളുകളാണ് പറയും ഞാനിപ്പോൾ ഖുർആൻ അറിയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ ഉങ്കം പിടിച്ചാണ് അല്ലേ? അപ്പൊ യഥാർത്ഥത്തിൽ അറിവുണ്ടാകുമ്പോൾ അവൻ എന്താവും? വിനയമുള്ളവനാവും. വിനയമുള്ളവൻ നേരെ പടച്ചവനെ കാണും. അതാ എന്ത്? അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഉള്ളവരാണ് എന്ന് പറയാനുള്ള കാരണം. അതുകൊണ്ടാണ് ചില സലഫുകൾ, മുൻഗാമികളായ പണ്ഡിതന്മാർ ഇങ്ങനെ പറയാറുണ്ട്, ഞാൻ എല്ലാം അള്ളാഹുവിൻ്റേതാണ് എന്ന് മനസ്സിലാക്കിയ മനുഷ്യൻ എങ്ങനെയാണ് പിന്നെ അള്ളാഹുവിനകത്ത് ആരാധിക്കാൻ പോവുക? കഴിയില്ല അല്ലേ? അപ്പൊ അള്ളാഹുവിൻ്റേതാണ് ഈ പിന്നെ പ്രപഞ്ചത്തിലുള്ളതൊക്കെ എന്ന് ശരിക്കും മനസ്സിലാക്കിയൊരു മനുഷ്യൻ എന്ത് പോല? ബിംബാരാധന ചെയ്യാൻ പോവില്ല, അള്ളാഹു അല്ലാത്ത പരദൈവങ്ങളെ ആരാധിക്കാൻ പോവില്ല. അതാണ് അലാ ഇന്നലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് എന്ന് പറഞ്ഞതിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു പാഠം. ഇനി അടുത്തത് എന്താ ആയതെന്ന് പറഞ്ഞാൽ അലാ ഇന്നലില്ലാഹി മാ ഫിസ് സമാവാതി വൽ അർദ് നമ്മൾ പറഞ്ഞില്ലേ? ഖദ് യഅലമു മാ അൻതും അലൈ. എന്താണ് ആ ഖദ്? എന്താ ഖദ്? മഹാനായ മുജാഹിദ് ഇബ്നു ജുബൈർ പറയുന്നത് യഅലമു മാ അൻതും അലൈഹി മിന ത്വാഅതി വൽ മഅസിയത്തി എന്നാണ്. സുന്നത്തിന്റെ പണ്ഡിതന്മാർ അതിനെ വിശദീകരിക്കണം. എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ഉള്ള അള്ളാഹുവിനെ എങ്ങനെ ത്യാഗം ചെയ്യണോ, അള്ളാഹുവിനോട് എങ്ങനെ ധിക്കാരം പ്രവർത്തിക്കുന്നു എന്ന അവസ്ഥ തീർച്ചയായും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ ഏത് റൂട്ടിലാണ് സഞ്ചരിക്കണമെന്നും ഏതൊരു മൻഹജിലാണ് നിങ്ങൾ ഉള്ളതെന്നും നിങ്ങൾ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിലാണോ നിങ്ങളുള്ളത്, അതല്ല സിറാത്തുൽ മുസ്തഖീമിൻ്റെ പാതയിൽ നിന്ന് വഴി തെറ്റിയിട്ടാണോ ഉള്ളത് എന്ന എല്ലാ അവസ്ഥയും ആരറിയും? അള്ളാഹു അറിയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കി, പടച്ചോൻ ചോദിച്ചതല്ല, പടച്ചോൻ പറഞ്ഞത് ഖദ് യഅലമു മാ അൻതും അലൈഹി. ഖദ് യഅലമു മാ അൻതും അലൈഹി. നിങ്ങൾ ഏതവസ്ഥയിലാണ് ഉള്ളത്, നിങ്ങൾ എന്താ പ്രവർത്തിച്ചതെന്നാണോ അവിടെ പറഞ്ഞത്? ശരിക്കൊരു ഉദ്ദേശം അതല്ലേ? നിങ്ങൾ എന്താ പ്രവർത്തിക്കണമെന്ന് അള്ളാഹു അറിയുന്നല്ലേ അതിൻ്റെ ഉദ്ദേശം? മാ അൻതും അലൈഹി എന്ന് പറഞ്ഞാൽ മാ തഅമലൂൻ എന്നാണ് അതിൻ്റെ ഉദ്ദേശം നമ്മൾ പറയും. പക്ഷെ എന്തുകൊണ്ട് മാ തഅമലൂൻ അങ്ങനെ ഖുർആനിൽ ഉണ്ട്? ആ പദപ്രയോഗം ഇവിടെ കൊണ്ടുവരാതെ പോയിട്ടില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്ന അറിയുന്നല്ല പറഞ്ഞേ, മറിച്ച് എന്താ പറഞ്ഞത്? നിങ്ങൾക്കുള്ള അവസ്ഥ അറിയും. അവിടെ ഒരു ഇതുണ്ട്. എന്താ അതിലുള്ള ഒരു യുക്തി? അതിലുള്ള യുക്തി എന്താ? അവിടെ ഒരുപാട് കാര്യങ്ങളാണ് അതിലൂടെ നമുക്ക് പഠിക്കാനുള്ളത്. ചിലപ്പം ഒരു നല്ല മനുഷ്യനേക്കാൾ കണ്ട സാലിഹ്, നല്ല ഉസ്താദൊക്കെ തൊപ്പിക്കെട്ട മനുഷ്യനാണ്, സാലിഹാണ്, പള്ളിയിൽ പോയി നിസ്കരിക്കുന്നുണ്ട്. പക്ഷേ ഖദിയാലം, അള്ളാഹു അറിയും എന്ത് അവൻ മുഖ്ലിസാണോ, അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിനെ താഴെ ചെയ്തുകൊണ്ടാണോ നിസ്കരിക്കുന്നത്, അതല്ല അവൻ പൂർണ്ണമായി അള്ളാഹുവിനെ ഭയപ്പെടുന്നു, തെറ്റുപറ്റുമ്പോൾ കൃത്യമായി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുന്നുണ്ടോ, അതല്ല ജനങ്ങളുടെ പ്രശംസ പിടിച്ചു പറ്റാൻ മാത്രമാണോ അവൻ ഈ പ്രവർത്തിക്കുന്നതും ഈ ക്ലാസ് എടുക്കണോ എന്നാരറിയും? അള്ളാഹു. അതുകൊണ്ടാണ് മാ അൻതും. അപ്പൊ ഒരു പ്രവർത്തനം മാത്രമല്ലേ? പ്രവർത്തനാണോ? എൻ്റെ മനസ്സിൻ്റെ അകത്ത് എന്തൊക്കെ ചുരുണ്ടു കൂടിയിട്ടുണ്ടോ അതൊക്കെ ആർക്കറിയും? അള്ളാഹ്ക്കറിയും. പ്രവർത്തിക്കണത് ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, പക്ഷേ എൻ്റെ മനസ്സിൻ്റെ അകത്ത് ചുരുണ്ടു കൂടിയത് ആർക്കറിയാൻ പറ്റില്ല? നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതാർക്കേ അറിയുള്ളൂ? അപ്പൊ ഹൃദയത്തിൻ്റെ അകത്ത് ചുരുണ്ടു കൂടിയ യാഥാർത്ഥ്യങ്ങളെ അറിയുന്നവനാണ് ആര്? അള്ളാഹു. അതാണ് ഖദ് യഅലമു മാ അൻതും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ പ്രവർത്തനം മാത്രമല്ല, ബാഹ്യമായ പ്രവർത്തനം എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായി മുനാഫിക്കുകളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലേനോ ഉണ്ട് അല്ലേ? അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സുലൂൽ അല്ലേ?
ആ പിന്നെ മുനാഫിക്കിനെ പള്ളിയുണ്ടായിരുന്നു, നമസ്കരിച്ചിരുന്നു. പക്ഷേ ആ മുസ്ലിം സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ, പ്രത്യേകിച്ച് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ രണ്ടാക്കി പൊട്ടിച്ചതിൻ്റെ ഉള്ളത് ആരാണ്? അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലാണ് എന്ന് പിന്നെയാണ് ആർക്ക് മനസ്സിലാവുന്നത്? മുസ്ലിം ലോകത്തിന്. അത് ശരിക്കും അന്ന് പിന്നെ ഇത് അറിഞ്ഞിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കുങ്ങൾ, ആർക്കറിയാം ഇത്? ബാഹ്യമായത് എല്ലാവർക്കും അറിയാൻ പറ്റും, അടുത്തുള്ളത് ആർക്കും അറിയാൻ പറ്റൂല. അതുകൊണ്ടാണ് ഖദ് യഅലമു മാ അൻതും അലൈഹി എന്ന പദപ്രയോഗം അള്ളാഹു ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം. അപ്പം നിങ്ങൾ വിശ്വാസിയാണോ, അതല്ല കപടനാണോ, സത്യസന്ധനാണോ, നിങ്ങൾ കള്ളന്മാരാണോ, നിങ്ങൾ ഒരു മുഖ്ലിസിന്റെ കണ്ണുനീരാണോ നിങ്ങളുടെ കണ്ണിലൂടെ ഒഴിക്കുന്നത്, നിങ്ങൾ ആളുകളെ കാണുമ്പോൾ പുഞ്ചിരിക്കുന്നത് റബ്ബിന്റെ പ്രീതിയുള്ള യഥാർത്ഥ പുഞ്ചിരിയാണ്. നമ്മൾക്ക് കാണുമ്പോൾ നമ്മൾ ചിരിക്കും, ഞാൻ ആ ചിരി ചിലപ്പോൾ കാപ്പറ്റ്യത്തിന്റെ ചിരിയാവും അല്ലേ? ശരിക്ക് ചിരിക്കണ ഒരാളെ കാണുമ്പോഴും പിന്നെ ഒരു എന്താ പറയാ, ഒരു നമ്മൾ ചിരിക്കല്ലേ അത് ചിരിക്കല്ലേ, ആ ചിരിയും വ്യത്യാസം അല്ലേ? യഥാർത്ഥ ചിരിയിൽ എന്താ ഉള്ളത്? അതിന്റെ സൈസ് അറിയുന്നത് അപ്പോൾ ഈ സമയം അത് മുനാഫിക്കിന്റെ ലക്ഷണം തന്നെയാണ്. കാരണം ഞാൻ ഇപ്പം നിങ്ങളെ കാണും ഇങ്ങനെ ചിരിച്ചു പോകും, പക്ഷെ എൻ്റെ ഉള്ളിൽ ചിരിച്ചുണ്ടാവില്ല അല്ലേ? അത് കാപ്പറ്റ്യത്തിന്റെ ഏറ്റവും വലിയ ലക്ഷണമാണ്. എന്നാൽ അതെനിക്ക് ദോഷമാണ്, എൻ്റെ ശരീരത്തിനത് ദോഷമാണ്. എന്നാൽ ഞാൻ നിങ്ങളെ കാണുമ്പോൾ അൽ ഇബ്തിസാമു സദഖ, എന്താണ്? ആ തബസ്സുമു സദഖ, ആ തബസ്സുമു ആ സദഖ. മറ്റൊരു അൽ ഇബ്തിസാമത്തു സദഖ, രണ്ട് റിവായത്തുണ്ട്. തബസ്സുമു സദഖ, പുഞ്ചിരി സദഖയാണെന്ന് റസൂല്. എങ്ങനെയാണ് സദഖയാവുന്നത്? ഒരു ചിരി ചിരിക്കുന്നതിലൂടെ, അത് സയൻസായി മാറും, ക്ഷമിക്കണേ, ഒരു ചിരി ചിരിക്കുന്നതിലൂടെ ഹോർമോൺ ഒരുപാട് ചേഞ്ച് വരും, ശരീരത്തിൻ്റെ എല്ലാ സന്ധികളിലും മാറ്റം വരുന്ന ശരിയായൊരു ചിരി ഞാൻ ഇയാളെ കണ്ട് ചിരിക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ക്ഷീണോട് പോകും. ഇത് കണ്ടില്ലേ, ചില രാഷ്ട്രീയക്കാരൊക്കെ ജയിച്ച് നടി സ്വർണ്ണം വെച്ചിട്ടുണ്ടാവും, പക്ഷേ ആ കാണേണ്ട ആളത് കണ്ട് അടിച്ചിരിച്ച ഓർമ്മയൊക്കെ കൺഫാം ശരീരത്തിൽ അല്ലേ? അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതിലുള്ള ആ ഒരു യുക്തി. അപ്പോൾ എത്തിനിപ്പോൾ ഞാനേ പറഞ്ഞത്, ആരാണ് ശരിക്ക് പുഞ്ചിരിക്കണത്, ആരാണ് കള്ള പുഞ്ചിരി ഒക്കെ ആർക്കറിയാം? കപടന്മാരുടെ ചിരി ആരെന്ന് ആർക്കറിയാം അല്ലേ? ജനങ്ങളുടെ മുമ്പിൽ ആരാണ് നല്ലവൻ, അള്ളാഹുവിൻ്റെ മുമ്പിൽ ആരാണ് നല്ലവൻ, ഒഴിഞ്ഞിരിക്കുന്നവൻ ആരാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന് ഭയപ്പെടുന്നത് എന്ന ബാഹ്യമായും ആന്തരികമായ അവസ്ഥയും അറിയുന്നവനാണ് ആര്? അള്ളാഹു. അതാണ് ഖദ് യഅലം, ഉറപ്പായിട്ടും അള്ളാഹ് അറിയുന്നുണ്ട് കേട്ടോ. മാ അൻതും അലൈഹി, എന്താ? നിങ്ങളിപ്പോഴുള്ള അവസ്ഥയിൽ എന്താ? നിങ്ങളിപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അവസ്ഥകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്യും അല്ലേ? ഇങ്ങനെ മിനിറ്റിന് ചേഞ്ചിങ് വരും മനുഷ്യന്. ഞപ്പുള്ള പോലെ ആവും ഇവിടെ നാട് ഇറങ്ങി പോകുമ്പോൾ. അള്ളാഹിൻ്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചില്ലേ? എന്താ ചോദിച്ചേ? ഹദീസും പറഞ്ഞാണേ, എന്താ ചോദിച്ചേ? അള്ളാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ പിന്നെ മുനാഫിക്ക് നരകം ഞങ്ങൾക്ക് ലഭിക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നു. അപ്പം നബി എന്താന്ന് ചോദിച്ചു. നബി അവർ മറുപടിയാണ്, നബിയെ താങ്കൾ സദസ്സിലിരിക്കുമ്പോൾ ഞങ്ങൾ സ്വർഗത്തിലേക്ക് ഇങ്ങനെ കാലുകുത്തിയതുപോലെ, അള്ളാഹുവിനെ കാണുന്നത് പോലെ ഒരു ഭക്തി ഞങ്ങൾക്കുണ്ടാവും. ഇവിടുന്ന് അങ്ങോട്ട് പോയി ഞങ്ങളുടെ വീട്ടുകാരുമായി ഭാര്യമാരുമായി ഇടപഴകിയാൽ ഈ ഒരു വിശ്വാസം ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അപ്പം മനുഷ്യൻ എന്തുണ്ടാവും? ചേഞ്ച് ഉണ്ടാവും അല്ലേ? ഇപ്പോൾ കിട്ടുന്ന അവസ്ഥയാവില്ല, കുറച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ജുമാക്ക് വെച്ചതിൽ എന്താ ആ ജുമാനൊക്കെ നടക്കില്ലല്ലേ? അപ്പം നമ്മളെ അവസ്ഥ കേൾക്കണ്ട അല്ലേ? ഇല്ലല്ലേ ഖുർആൻ ക്ലാസ്. അപ്പം ആലോചിച്ച് നിങ്ങൾ, ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ. അപ്പം ഖദ് യഅലമു മാ അൻതും അലൈഹി എന്ന് പറഞ്ഞതിലുള്ള ഒരു ഇത് അതാണ്. പിന്നെ അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെപ്പോഴും തെറ്റ് ചെറുതാണോ വലുതാണോ എന്നല്ല, ആരോട് തെറ്റ് ചെയ്യുന്നു എന്നതിലാണ് എപ്പോഴും നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളെ മനസ്സിനെ പിടിച്ച്, ഞാനിപ്പോൾ ചെറിയ തെറ്റല്ലേ ഇത്, അല്ല, ആ തെറ്റ് ആരോടാണ് ചെയ്തത് അല്ലേ എന്നതാണ് നമ്മുടെ മനസ്സിലേണ്ടത്. അപ്പോൾ തെറ്റിനെ ചെറുതും വലുതുമാക്കുന്നതിന് പുറമെ ഞാൻ ആരോട് തെറ്റ് ചെയ്യുന്നു എന്ന ബോധമാണ് നമുക്കുണ്ടാവേണ്ടത്. അതുകൊണ്ടാണ്
മാ അൻതും അലൈ എന്ന പ്രയോഗം അള്ളാഹു ഉപയോഗിച്ചു. അടുത്ത ഖണ്ഡിക എന്താണ്? കദിയാലം മാ അൻതും അലൈ, പിന്നെ വയൗമ യുർജഊന ഇലൈഹി. എന്താണ് അർത്ഥം? വയൗമ, ഒരു ദിവസം, അല്ലേ? ഒരു ദിവസത്തെ പറ്റിയും അള്ളാഹു അറിയുന്നുണ്ട്. യുർജഊന, അവർ മടക്കപ്പെടുന്നു, നിങ്ങൾ മടക്കപ്പെടുന്നു എന്ന് കൂട്ടിക്കോളി. ഇലൈഹി, അവങ്കലിലേക്ക്. എന്താ ഇപ്പം മടക്കപ്പെടുന്നു? അള്ളാഹിലേക്ക് പോണ ദിവസം അള്ളാഹ് അറിയുമെന്ന് പറഞ്ഞാൽ പോരെ? യൗമ യദ്ഹബൂന പറഞ്ഞാൽ പോരെ? നമ്മൾ അങ്ങനെയല്ലേ പറയാ? ഞാൻ ഇപ്പം അറബി ഉണ്ടാക്കുകയാണെങ്കിൽ യൗമ യദ്ഹബൂന ഇലൈ, അള്ളാഹുവിലേക്ക് അവർ പോണ ദിവസം എന്നാണ് ഉണ്ടാക്കുക. നിങ്ങൾ ഉണ്ടാക്കുക എങ്ങനെ? മിക്കവാറും അങ്ങനെയൊക്കെ തന്നെ ആയിക്കും, അല്ലേ? ഏകദേശം അർപ്പടിച്ചവർ കണ്ടമുണ്ടനെ പോലെയൊക്കെ കിട്ടണ പോലെ അങ്ങനെ ഉണ്ടാക്കുക. എന്നാൽ അള്ളാഹ് ഉപയോഗിച്ചതോ യൗമ യുർജഊന ഇലൈഹി. എന്താണ് റജഅ എന്ന് പറഞ്ഞ വാക്കിൻ്റെ എന്താ? റജഅ, മടങ്ങണമെങ്കിൽ എന്ത് വേണം? ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത്, ഞങ്ങളെടുത്തേക്ക് വന്നിട്ട് ഇങ്ങോട്ട് വരണമെങ്കിൽ എന്ത് വേണം? ആദ്യം ഇവിടെ ഉള്ളത് ഞാൻ ഈ തറവാട്ടിലല്ലേ, ഞാൻ പിന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നാ അവിടുന്ന് ഇങ്ങോട്ടിൻ്റെ തറവാട്ടിലേക്ക് തന്നെ വരിക. അതാണ് മടക്കം, അല്ലേ? നിങ്ങൾ ഫയയിലേക്ക് ജോലി ചെയ്യാൻ വരുന്നു, നിങ്ങൾ കൈത്താനിലേക്ക് മടങ്ങുന്നു, അല്ലേ? അപ്പോഴാണ് നമ്മൾ റജ അതിന് ദഹബ എന്നാണോ ഉപയോഗിക്കുക? അല്ല. അപ്പം അള്ളാഹിൻ്റെ പ്രയോഗം നോക്കി നിങ്ങൾ, വയൗമ യുർജഊൻ, അവർ മടക്കപ്പെടുന്ന ദിവസം എന്ന് പറഞ്ഞാൽ ആദ്യം പോലെ എവിടെയും അള്ളാഹിൻ്റെ അടുത്ത് നിന്നിട്ട് വന്നതാ. അള്ളാഹിൻ്റെ മുൽക്കിയത്തിലാണ് അവരുണ്ടായിരുന്നത്, അല്ലേ? അള്ളാഹിൻ്റെ മുൽക്കിയത്തിൽ നിന്ന് ഉമ്മയുടെ ഗർഭപാത്രത്തിലൂടെ അവരിവിടെ എത്തി ഭൂമിയിൽ. ഇനി തൽക്കാലം ഭൂമിയിൽ കുറച്ച് കാലൊക്കെ ഓലിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഒരു വീടൊക്കെ ഉണ്ടാക്കി, കുറേ സ്കൂളൊക്കെ പഠിച്ച്, കുറേ മദ്രസയൊക്കെ ഖുർആൻ ക്ലാസ്സിലൊക്കെ പങ്കെടുത്ത്, കുറേ പള്ളിയിലൊക്കെ പോയി നിസ്കരിച്ച് യുർജഊൻ, ഒരു മടക്കപ്പെടും. അപ്പം ആ ഒരു ദിനത്തെപ്പറ്റി അള്ളാഹു സുബ്ഹാനഹു വ തആല ഓർമ്മിപ്പിക്കാൻ. ഇനി യർജിഊൻ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനെ യുർജഊൻ യാവിന് ബൊമ്പെടുത്തു? എന്താണത് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും? ശരിക്കും മടങ്ങാന്നുള്ളതിന് റജ, മടങ്ങി. യർജിഊൻ, മടങ്ങുന്നു. യർജിഊൻ, അവർ മടങ്ങുന്നു. അള്ളാഹ് ഉപയോഗിച്ചതോ യുർജഊൻ. എന്താ അതിൻ്റെ ഇത്? അല്ല, അവിടെ ഒരു സൂത്രമുണ്ട്. പിന്നെ മടങ്ങാൻ ചിലപ്പം ഞാൻ ഇഷ്ടപ്പെട്ടോളന്നില്ല, അല്ലേ? ചിലപ്പോൾ ഇഷ്ടപ്പെടും. ഞാൻ നല്ലവനാണെങ്കിൽ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോകണമെന്ന് ഞാൻ താല്പര്യപ്പെടും, അല്ലേ? ഹദീസിൽ തന്നെ ഉണ്ടല്ലോ, ഒരു മയ്യത്ത്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മയ്യത്തായാൽ അതിനെ കൊണ്ട് പിന്നെ ആ മയ്യത്ത് എന്ത് പറയും? നല്ലവനാണെങ്കിൽ എന്ത് പറയും? കദ്ദിമൂൻ, വേഗം കൊണ്ടുപോകണം. എന്നാ നല്ലവനല്ലെങ്കിലോ കാഫിറായാലോ എവിടുക്കാൻ ഞങ്ങളെ കൊണ്ടുപോകണം? ഫൈനത്ത് ഹബൂൻ, അല്ലേ? നിങ്ങൾ എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകണം എന്ന് ചോദിക്കും. അപ്പം അവിടെ തന്നെ എന്തുണ്ട്? ഞാൻ പോകണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ഞാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പം നിങ്ങൾ ആഗ്രഹിച്ചാലും ആഗ്രഹിച്ചില്ലെങ്കിലും ഫലപ്രയോഗത്തിലൂടെ അള്ളാഹുവിൻ്റെ അടുത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന നിങ്ങൾ യാ യു അല്ലേ? ഒരു ഈച്ച വന്ന് യാമല് അത് അവിടെ വന്ന് ഉത്തർന്നപ്പോൾ യു ആയി. അർത്ഥോ ഗംഭീരമായ ആശയം. പിടുത്തം കിട്ടുന്നുണ്ടോ? ഇനി പിന്നെ അറബിയിൽ വേറെ കുറേ പദമൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് പറഞ്ഞാൽ ചിലപ്പോൾ ദൈക്കൂല. മബിനിൽ മജ്ഹൂൽ, മബിനിൽ മാറൂഫ് എന്ന് പറയും, അല്ലേ? നമ്മുടെ ആക്റ്റീവ് വോയിസിലെ പ്രയോഗം, പിന്നെ പാസീവ് വോയിസിലെ പ്രയോഗം എന്ന് പറയും. അപ്പോൾ അതൊക്കെ കുറേ ടൈം പിടിക്കും. അപ്പോൾ അതൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് ഈ വിശുദ്ധ ഖുർആനിൻ്റെ ആ മധുരം ഇങ്ങനെ ശരിക്കും ഇങ്ങോട്ട് പിന്നെ ഇങ്ങനെ ഇറക്കാൻ കഴിയുള്ളൂ. അപ്പോൾ യൗമ യുർജഊന ഇലൈഹി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും, നിങ്ങൾ പോവാൻ ഇഷ്ടപ്പെട്ടാലും, മരിക്കാൻ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങളൊരു ദിവസം മരിക്കും, അള്ളാഹുവിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അതാരറിയും? നിങ്ങൾക്കറിയൂല. എവിടെ മരിക്കണം നമുക്കറിയാം. ഞാനിപ്പോൾ നാളെ ഇവിടെ നിന്ന് മരിക്കും എന്നറിയാൻ ഞാൻ ഇവിടെ ഇരിക്കും. അപ്പം ഇരിക്കുമോ? നിങ്ങളിരിക്കുമോ? ഇരിക്കും. എനിക്ക് സംശയമാണ്. ശരിക്കും നാളെ ഞാൻ മരിക്കുക എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഞാൻ എന്ത് ചെയ്യും? ഞാൻ മിക്കവരുടെയും അടുത്തവരുടെയും പോലെ എന്നാൽ ഞാൻ എന്തോ പരിശോധിക്കേണ്ടതാണ്. എനിക്കറിയില്ല. എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ്. നിങ്ങളേതൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. അത് സയൻറ്റിഫിക്കലായിട്ട് എന്തോ നോക്കണം. അള്ളാഹു ആരം എനിക്കറിയില്ല. ഞാനങ്ങനെ മനസ്സിലാക്കണേ. അപ്പം അത് അള്ളാഹ് നമുക്ക് തന്ന ഒരിതാണ്. അപ്പം ഈ ദുനിയാവ് എന്ന് പറയുന്നത് എന്താണ്?
ഒരു പരീക്ഷ, വലിയ പരീക്ഷ ആൾ പോലെയാണ്. ആ പരീക്ഷയിൽ കുറേ പരീക്ഷ ഇങ്ങനെ ഇതുണ്ട്. നമ്മൾ ഇസ്ലാമിക് സെൻറ്ററിൻ്റെ പരീക്ഷ ഉണ്ടല്ലേ നിങ്ങൾ? അത് നോക്കാൻ പോയി നിങ്ങൾ എപ്പോഴെങ്കിലും? നിങ്ങൾ ആരെങ്കിലും അത് പിന്നെ എന്താ കോർഡിനേറ്റർ എന്താ അതിന് പറയല്? വാല്യുവേഷൻ അല്ല, നിങ്ങളിങ്ങനെ പരീക്ഷ എഴുതുമ്പോൾ നോക്കുന്ന ആൾക്ക് എന്താ പറയുക? അതിൻ്റെ മുർഷിദ് എന്താ അതിന് പറയാൻ? അപ്പം അയാളെങ്ങനെ നോക്കുമ്പോൾ ഉണ്ടാവും കുറേ ആൾ ടക്ക് ടക്കെന്ന് പറഞ്ഞ് 4 ആദ്യത്തെ ഓനോട് പോയിണ്ടാവും. പരീക്ഷ എഴുതുന്ന പോലെ കാര്യം പറയണേ. ചിലവല്ലോ കുറേ കോപ്പി അടിച്ച് അവിടെ തുറന്ന് ഇവിടെ തുറന്നൊക്കെ എഴുതും. ചിലവര് പിന്നെ അടങ്ങാറായി അങ്ങോട്ട് ചിന്തിച്ച് ഇങ്ങോട്ട് ചിന്തിച്ച് കഠിനാധ്വാനത്തോടു കൂടിയൊക്കെ എഴുതും അല്ലേ? അപ്പോൾ ഒരു പരീക്ഷകളിൽ ഈ ആളുകളൊക്കെ ഉണ്ടാവും. വഞ്ചന ചെയ്യുന്നവരുണ്ടാവും, വേഗം അതൊക്കെ ഒരു തമാശയാക്കി പോണവരുണ്ടാവും. ചിലവരോ നല്ല ഹാർഡ് വർക്ക് ചെയ്ത് വന്ന് പരീക്ഷിക്കുന്നവരുണ്ടാവും. ഇതാണ് ഈ ഭൂമി അല്ലേ? അപ്പം ഈ ദുനിയാവ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഈ പരീക്ഷൻ്റെ ഫലം എപ്പോഴാണ് അറിയാം? പരീക്ഷയിൽ നിന്ന് പോയിട്ടല്ലേ കാണാം അല്ലേ? പരീക്ഷയിൽ നിന്ന് പോയിട്ടേ കാണാം അല്ലേ? ഇന്ന് വേറെയും പരീക്ഷ ഉണ്ടെന്ന് ഓൺലൈനിൽ കേട്ടോ, അങ്ങോട്ട് ചോദിക്കണ്ട. അപ്പോൾ സാധാരണ പരീക്ഷ ഞാൻ പറയുന്നത് ഇതേപോലെ ഈ ഭൂമി ഒരു പരീക്ഷ ഹാളാണ്. ഇതിൽ കുറേ ചിരിച്ച് കളിച്ചിങ്ങനെ നടക്കണമല്ലോ, വലിയ ഗൗരവമൊന്നും ഉണ്ടാവില്ല പരലോകത്തെ പറ്റി അല്ലേ? ചിലതൊക്കെ ഈസി ആക്കിയിട്ട് മതി, ഒരിക്കലൊക്കെ നിസ്കരിച്ചാൽ മതി. ഇത് 5 നേരം നിസ്കരിക്കണം എന്തിനാ? എല്ലാവരും പോകുമ്പോൾ പോവുക, ജുമാക്കൊക്കെ പോവുക, ബാക്കിയൊക്കെ അവിടെ കട്ടെ എന്ന് പറഞ്ഞാൽ ഈസി ആക്കണവരുണ്ടാവും. എന്നാലോ ചിലർ കൃത്യമായി ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നവരുണ്ടാവും. ഇതാണ് ദുനിയാവ് അല്ലേ? അപ്പം ഞാൻ ഒന്നുകൂടി ചോദിക്കാൻ ഖദ് യഅലമു മാ അൻതും അലൈഹി വ യൗമ യുർജഊന ഇലൈഹി. എന്താ ഇലൈഹി പറയാൻ കാരണം? ഇലല്ലാ പറഞ്ഞാൽ പോരേനോ? ഇലൈഹി പറയാൻ കാരണം എന്താ? അള്ളാഹുവോടെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എന്നാലും ഇലല്ലാ പറഞ്ഞാൽ ഒന്നും കൂടി സൗന്ദര്യം കൂടൂലെന്നാണ് ഞാൻ ചോദിക്കണത്. ആ സൗന്ദര്യമില്ലാതെ ഇലൈഹി പറഞ്ഞത് എന്താ? അതിൽ ഇത് കേൾക്കുന്ന ഒരാൾക്ക് ഏറ്റവും വലിയ എന്തുണ്ടാവും? അവൻ്റെ മനസ്സ് അതിൽ പതിയുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങളാണ് മനസ്സിൽ എന്ത് ചെയ്യുക? ആദ്യം പതിയ എന്നുള്ള മീറ് ആണ് പറയുമ്പോഴാണ് എന്തുണ്ടാവുക? മനസ്സിൽ ഏറ്റവും കൂടുതൽ അശദ്ദു വക്ക എന്ന ഏറ്റവും വലിയ സ്വാധീനം ഉണ്ടാവുക ആ സമയത്താണ് അല്ലേ? അലാ ഇന്നലില്ലാ എന്ന് നമ്മൾ പറയുമ്പോൾ പിന്നെ ചുരുങ്ങിയ വാക്കുകളിലാണ് എന്തുണ്ടാവുക? വലിയ സ്വാധീനം മനസ്സിൽ വരിക എന്നതുകൊണ്ടാണ് കാരണം. നിങ്ങളെ സമയമായിനോ? പിന്നെ ജവനയിൽ അത് അടുത്തതിന് വെക്കണോ? അത് എന്നാ ആയിക്കോട്ടെ, അടുത്തതിന് വെക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിലാക്കാം, നമുക്ക് തീർക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.